നല്ല അത്യാവശ്യം തിരക്കുള്ളൊരു ട്രാഫിക് സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ നടു റോഡിലേക്ക് ഒരു യുവതി നടന്നു വരുന്നു. ട്രാഫിക് ലൈറ്റിൽ ചുവപ്പ് തെളിഞ്ഞ ഉടൻ കയ്യിലുള്ള ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ഡാൻസ് അങ്ങ് തുടങ്ങും. അതും റോഡിൽ കിടന്ന് ഉരുണ്ട് വല്ലാതെ ആഘോഷിച്ചുള്ള ഡാൻസാണ്. വാഹനങ്ങളിലുള്ളവരും സ്വാഭാവികം വഴിവെക്കിലുള്ളവരൊക്കെ അസ്വസ്ഥരാകും. അവരെ വഴക്ക് പറയുന്നതൊക്കെ കാണാം. വീഡിയോ എന്തായാലും വൈറലാകും, സ്വാഭാവികമാണല്ലോ. ഇങ്ങനെ എന്ത് കോപ്രായം കാണിച്ചാലും അത് വൈറലാവും നമ്മുടെ നാട്ടിൽ. പക്ഷേ ജീവൻ അപകടത്തിലാക്കി വേണോ ഇത്തരം വൈറലാകാൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് കുറേ കാലമായി ചോദിക്കുന്നു. കാർത്തിക മഠത്തിൽ നമുക്കുമുണ്ട്. കാർത്തിക, ഈ ബാഗ് വലിച്ചെറിഞ്ഞിട്ടാണ്, എന്തായാലും കോളേജിലോ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കില്ല, ആ ബാഗ് വലിച്ചെറിഞ്ഞിട്ടാണ് ആ കുട്ടി ഡാൻസ് കളിക്കുന്നത്. നൃത്തം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു മര്യാദയൊക്കെ ഉള്ളതാണ്. എവിടെയും കളിക്കാം, പക്ഷേ ആ കലാരൂപത്തോടൊരു അത്യാവശ്യം ബഹുമാനം കാണിക്കണം. അതുപോട്ടെ, ഇത് നാട്ടുകാരെ മുഴുവൻ ഇങ്ങനെ കുഴപ്പത്തിലാക്കുന്നത്. ഏതെങ്കിലും വാഹനം ബ്രേക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ തീർന്നു, അതോടെ വൈറലാവലൊക്കെ അവസാനിക്കും. ഇത് എത്ര കണ്ടാലും ആളുകൾ പഠിക്കില്ല. ഇതിപ്പോൾ ഇന്നാൾ കാർത്തികയ്ക്ക് ഓർമ്മയുണ്ടാവും, ട്രെയിനിൽ ഒരു ഡാൻസ് കളിച്ചു, പാവം പോലീസുകാരൻ അവിടെ നിന്ന് അവസാനം അയാളെയും കൂടെ പിടിച്ച് കളിപ്പിച്ച് അയാൾക്ക് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തത് നമ്മൾ കണ്ടാണ്. ഇതൊക്കെയാണ് ഇങ്ങനത്തെ, എന്താ പറയുക, ഇതിനെ നമുക്ക് കുറേ വാക്കുകളുണ്ട്, പറയും. ദിവ്ചേട്ടൻ പറഞ്ഞ പോലെ ആ ട്രെയിനിൽ ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ട് ഡാൻസ് കളിച്ച് വൈറലായ ആ ഒരു ലൈവ് ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്ത, അല്ലെങ്കിൽ എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എന്ത് റിസ്ക് എടുക്കാനും ആൾക്കാർക്ക് മടിയില്ല, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന്. ഇപ്പം ദിവ്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കൂൾ ബാഗ് വലിച്ചെറിഞ്ഞിട്ടാണ് ആ കുട്ടി അവിടെ ആ ഒരു അഭ്യാസം കാണിക്കുന്നത്. സ്കൂൾ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന കുട്ടിയായിരിക്കാം. ഒരു ഡാൻസ് കളിച്ചാൽ എസ്പെഷ്യലി അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ 2 സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലാവും, എനിക്ക് അറ്റൻഷൻ കിട്ടും എന്നുള്ളൊരു ധാരണയുടെ പുറത്തായിരിക്കാം ഒരു പക്ഷേ ആ കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. സാധാരണ നമ്മൾ റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം സാധാരണഗതിയിൽ തന്നെ ഒരു ട്രാഫിക് ജാം വരുമ്പോൾ സിഗ്നലിൽ തന്നെ കുറച്ച് നേരം അധികം നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഹോൺ അടിച്ച് ആ ഒരു സിഗ്നൽ ക്രോസ് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യുക. ആ കൗണ്ട് ഓൺ ഇല്ലേ, ആ 0 ആയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ആ ലൈറ്റ് ജമ്പ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ വളരെ സ്പീഡിലൂടെ പോകുന്ന ഒരുപാട് വാഹനങ്ങളെയും ആളുകളെയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ട്രാഫിക്കിൽ കുറേ വണ്ടികൾ ബാക്കിൽ നിൽക്കുന്നു, ആ കുട്ടി വരുന്നു, ബാഗ് എടുത്ത് വലിച്ചെറിയുന്നു. സ്റ്റെപ്പാണ് അതിലും രസം. റോഡിൽ കിടന്ന് ഉരുണ്ടിട്ടൊക്കെയാണ് ആ കുട്ടി ഡാൻസ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഈ സോഷ്യൽ മീഡിയ വളരെ വൈറലാണ്. ഈ ഒരു വീഡിയോ എക്സിലാണ്, അതായത് പ്രീവിയസ്ലി ട്വിറ്റർ പ്ലാറ്റ്ഫോം, അതിലാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് എഗെയിൻസ്റ്റ് ആയിട്ട്. പൊതുവേ നോർമലി സപ്പോർട്ട് ചെയ്തിട്ടാണ് ആൾക്കാരെ നമ്മൾ കാണാറ്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് വൈറലാകുമ്പോൾ. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. അപ്പം ആളുകൾക്ക് കുറച്ചും കൂടെ ബോധം വന്നു തുടങ്ങി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ശരിക്കും സന്തോഷിക്കാം, അല്ലെങ്കിൽ ആശ്വസിക്കാം. കാരണം ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്ത് ആളുകളുടെ ശ്രദ്ധ, അതായത് അതോറിറ്റീസിൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ടാഗ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് ഈ ജനറേഷൻ്റെ പോക്ക് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ശരിക്കും ആ കുട്ടിക്ക് അപകടം പറ്റാതെ പോയത്. ഒരു ഭയങ്കര സ്പീഡിലൊരു വാഹനം വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഇടയിലൂടെ അങ്ങനെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അഭ്യാസം തന്നെയാണ് ആ കുട്ടി അവിടെ ശരിക്കും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ബോധം, അല്ലെങ്കിൽ താൻ എന്താണ് ചെയ്യുന്നത്, തൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്, അത് കാരണം ബാക്കിയുള്ളവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനത്തെ യാതൊരു ധാരണയില്ലാതെ, ഒരു ബോധവും ഇല്ലാതെ എനിക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടിയാൽ മതി എന്നുള്ള ബേസിസിൽ ചെയ്യുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.